ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ദിവസം മുന്നാണല്ലോ ബസ് സമരം കഴിഞ്ഞത്. അതായത് 9-ാം തീയതി ദേശീയ സമരവും പണിമുടക്കും, അതിൻ്റെ മുൻപാണ് 8-ാം തീയതി ബസ് സമരം കഴിഞ്ഞത്. എന്തൊക്കെയാണ് ബസ് സമരത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെന്നറിയുമോ? വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് കൂട്ടുക, GST ഒഴിവാക്കുക, അതുപോലെ തന്നെ ഈ ക്യാമറയൊന്നും വേണ്ട, ഇതൊക്കെയായിരുന്നല്ലോ നിയമം. ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൂട്ടുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ വിദ്യാർത്ഥിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വിദ്യാർത്ഥിക്ക് ആക്സിഡൻ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാഞ്ഞിരപ്പള്ളിയിൽ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഓടുന്ന ഒരു മരിയ എന്ന പ്രൈവറ്റ് ബസ്സിൽ നിന്ന് ഒരു പെൺകുട്ടി ഡോറിൽ തെറിച്ച് വീണു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എന്താണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഡോറിൽ മത്സര ഓട്ടമാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വണ്ടി മുന്നോട്ടെടുത്ത വഴിക്ക് വണ്ടി തെറിച്ച് കുട്ടി റോട്ടിൽ വീണു. പെൺകുട്ടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് ആ കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപ്പോൾ ആരൊക്കെയോ ആ കുട്ടിയുടെ അടുത്തൊക്കെ ഓടിക്കൂടുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ അവിടെ നിന്നല്ല, എവിടെ ഈ നരനായാട്ട്, ഈ പോലെയാട്ടെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ ടൈമാണ് പ്രശ്നം, കളക്ഷനാണ് വലുത്. ആൾക്കാർ ഇറങ്ങുന്നതോ കയറുന്നതോ കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീരെ മൈൻഡ് ചെയ്യത്തില്ല. അവർക്ക് എങ്ങനെയും മറ്റവൻ്റെ മുന്നിൽ ചാടി കയറണം. അവിടെ അടുത്ത കളക്ഷനും വാരിയും പിന്നെ തിരിച്ച് സ്റ്റാൻഡിൽ പോയി അടുത്ത സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും ഇതേപോലെ വിദ്യാർത്ഥികൾ നിൽക്കും. അവിടെയും തട്ടിത്തൂകി കുട്ടികളെ വിടും. കുട്ടികളെല്ലാം വലിയ മനുഷ്യന്മാരെയും തള്ളിയിടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഇവർക്ക് ഓടണം, കളക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഈ ബസ്സിൽ കയറുന്ന ആൾക്കാരുടെ ജീവനൊന്നും ഇവർക്കൊരു സുരക്ഷയില്ല. അത് കുട്ടികളായാലും വലിയവരായാലും. ഇത് എന്തിനാണ് ഇവർ സമരം ചെയ്തത്? ഈ കുട്ടികളെ തള്ളിയിടാനോ അല്ല ജനങ്ങളെ തള്ളിയിടാനോ? ഇത് ഈ കുട്ടികൾക്കല്ലെങ്കിൽ നാളെ വേറൊരു കുട്ടിക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവെ പ്രൈവറ്റ് ബസ്സിൽ ആൾക്കാരും തള്ളിയിടുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. എവിടെ ഉണ്ടാവും അത്? കാരണം ഇവർക്ക് തിരക്കാണ്, അർജൻറ്റാണ്. ആൾക്കാരുടെ സേഫ്റ്റിയോ സുരക്ഷയെന്നല്ല ഇവരെ വലുത്. ഇതൊക്കെ മുതലാളിമാരുടെ പെടലിലേക്ക് അടിക്കേണ്ടത്. ഇവരെ പറഞ്ഞയക്കുന്ന ഈ മുതലാളിമാരുണ്ടല്ലോ, അവന്മാരെ വേണം തല്ലാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരാണ് ഈ മറ്റുള്ള പണിക്കാരെയൊക്കെ ഇങ്ങനെ പ്രകോപിപ്പിച്ച് വിടുന്നത്. കാരണം മറ്റവൻ്റെ മുന്നിൽ സമയം എടുക്കണം, ബാക്കിൽ വരുന്നവൻ്റെ 2 മിനിറ്റ് വലിച്ചിട്ട് വേണം പോരാൻ. അത് സ്റ്റാൻഡിൽ നിന്ന് തന്നെ അങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, 9 മണിക്കോ 10 മണിക്കോ ഇറങ്ങേണ്ടി വണ്ടിയാവും. ചില വണ്ടിയുടെ 9 മണിയാവും, ചിലപ്പോൾ 9:05 ആവും. ഈ വണ്ടി ഇറങ്ങുമ്പം ഇവൻ 9 മണി കറക്റ്റ് 9 മണിക്ക് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ 9 മണിക്ക് 1 മിനിറ്റ് മുൻപേ ഒന്നും ഇറങ്ങൂല. അങ്ങനെ ഇറങ്ങുന്ന ഒരു പരിപാടിയില്ല. 1 മിനിറ്റ് മുൻപ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം കളക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ 9 മണി എന്നുള്ളത് 9:01, 9:02. അപ്പോൾ ബാഗിലത്തെ 2 വണ്ടിയുടെ മിനിറ്റൊക്കെ വലിച്ച് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങും. 9 മണിക്ക് തന്നെ സ്റ്റാൻഡിൽ നിന്ന് അരിപ്പിച്ച് മെയിൻ റോഡിൽ ഇറങ്ങുമ്പോൾ 9:02 ആവും. പിന്നെ അവിടെ നിർത്തി 4 ആളെ കയറ്റി. അപ്പം അവിടുന്ന് പിന്നെ സമയം വയ്യാവും പോകുന്നത്. അപ്പോഴേക്കിന് ബാക്കിൽ വരുന്നവൻ 2-3 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ ആവും ചിലപ്പോൾ ബാക്കിൽ വരുന്നത്. അപ്പോൾ പിന്നെ സമയമില്ല. അപ്പോൾ റോഡുകളിൽ കുട്ടികളെ നിർത്തി കഴിഞ്ഞാൽ കുട്ടികളെ കയറ്റാതെ പോകും. കുട്ടികളെ അഥവാ കയറ്റിയാൽ തന്നെ 2-3 കുട്ടികളെ വലിച്ചു കയറ്റും. അപ്പോൾ എല്ലാ കുട്ടികളും കൂടി വലിഞ്ഞ് കയറുമ്പോഴേക്കും ഇവർ വെല്ലടിച്ച് വിടും. വെല്ലടിച്ച് വിടുമ്പോൾ ഈ കുട്ടികളെല്ലാവരും റോട്ടിൽ വീഴും. ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാകുമ്പോൾ സംഭവം. എന്നിട്ട് പിന്നെ ബാക്കിൽ വരുന്നവനുമായിട്ട് അടിയായി, ഇവനുമായിട്ട് തല്ലായി. അടുത്ത ദിവസം ഇവരെ എന്ത് ചെയ്യും? ബാക്കിൽ വരുന്നവൻ ഇവൻ്റെ മുന്നിലാവും, ഇവൻ്റെ സമയം മരിച്ചിട്ടാവും പോവുക. അപ്പോൾ പിന്നെ അത് പ്രശ്നമാവും. അപ്പോൾ ഇതുപോലെ വിദ്യാർത്ഥികൾ കയറാൻ നിൽക്കും. വിദ്യാർത്ഥിനികളായാലും അല്ല വലിയ മനുഷ്യന്മാരാവും. അപ്പം യാത്രക്കാരായാലും വിദ്യാർത്ഥികളായാലും ഇവരെന്ത് ചെയ്യുന്നറിയാം? ആ സ്റ്റോപ്പിൽ ചിലപ്പം ഒരു 2-3 യാത്രക്കാരൊക്കെ ഉള്ളത്. അപ്പം അവിടെ കൂടുതൽ കുട്ടികളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തു? ഈ യാത്രക്കാരെയും കുട്ടികളെയും കയറ്റാതെ ഇവർ പോകും. അങ്ങനെയൊക്കെ വരുമ്പം പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് പിന്നെ കുട്ടികളെ ഇറങ്ങേണ്ടി വരും. ചിലപ്പോൾ ആ സ്റ്റോപ്പിൽ തന്നെ കുട്ടികളെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ അടുത്ത സ്റ്റോപ്പിലാവും ഇറക്കി വിടുക. അടുത്ത സ്റ്റോപ്പിൽ ഇറക്കാൻ സമയമില്ല. ആ കുട്ടി പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വെല്ലടിച്ച് വിടും. ഇതൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. ഈ നാടിന് മുടിക്കാനുള്ള പരിപാടിയാണ് ഇവർ. പ്രൈവറ്റ് ബസ്സുകാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ക്രിമിനൽ വാസനയുണ്ട്. ചിലയിടത്ത് വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകാരെ ആക്രമിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു KSRTC ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ ജോലിനെ ബാധിക്കും. അതുപോലെയല്ല, അവർ
ഞാൻ കണ്ടെടുത്തോളം ഇതുപോലെ വെല്ലടിച്ച് വിട്ടിട്ട് ആക്സിഡൻ്റ് ഉണ്ടാക്കിയൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അഥവാ ഒന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇവർക്ക് അങ്ങനെയല്ല, ഇവർ മത്സര ഓട്ടമാണ്, മനസ്സിലായില്ലേ? KSRTCനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജോലിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുപോലെ അല്ല, അവർ നിർത്തി ആക്കം പോലെയൊക്കെ ആളെ ഇറക്കിയിട്ട് കയറ്റുള്ളൂ, സാവധാനമൊക്കെ ആളെ കയറ്റുള്ളൂ. ഇവരങ്ങനെയല്ലല്ലോ. ഇത് ഇന്നു നിലയിൽ കാലം കുറയായിട്ട് ഈ ബസ് ഫീൽഡ് ഉണ്ടായ കാലം മുതൽ എന്ന് ബസ് ഓടാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇതാണ് അനുഭവം. ഒന്നോ രണ്ടോ അല്ല, ഇത് ഒരു വട്ടമോ രണ്ട് വട്ടമോ അനുമതി പഠിഞ്ഞ ഇവർക്കൊന്നും പഠിക്കുകയല്ല. ഇവർക്ക് ശരിക്കും പെറ്റി അടിച്ചു കൊടുക്കണം. ഇവർക്ക് നിയമം, ഇവരെ പോലീസ് ചാർജ് ചെയ്ത് കണ്ട് ഇവരെ സ്റ്റേഷനിലിടണം. ഈ ജാതി ആൾക്കാരൊക്കെ ഇങ്ങനെ ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നല്ല, കേരളത്തിലല്ല, കാഞ്ഞിരപ്പള്ളി എന്നല്ല, ഏത് ഭാഗത്തുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ അത് നിർത്തണത്. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ആണെന്നുണ്ടെങ്കിൽ നാളെ പാല കാഞ്ഞിരപ്പള്ളി അല്ല പാല ഈരാറ്റുപേട്ട ഈ റോട്ടിലും ഉണ്ടാവും. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞില്ലേ. ഇന്നിപ്പോൾ ഒരു മഴ ദിവസമാണ്, ഇന്നലെ മുതൽ മഴ തുടങ്ങിയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യണമെന്നൊക്കെ ചെയ്യേണ്ടതെന്ന് കരുതിയാണ്. കാരണം വെച്ചാൽ ഈ മഴയത്ത് ഇത് നിന്ന് അപ്പോൾ എനിക്ക് തോന്നിയത് കുട പിടിച്ചിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവർക്ക് കൺസൾട്ടൻ മറ്റേ മാങ്ങാതോലി ഒക്കെ വേണം. എന്നാൽ മനുഷ്യൻ്റെ സേഫ്റ്റി നോക്കൂല, കുട്ടികളെ നോക്കൂല, മനസ്സിലായില്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകും? ഇവനൊക്കെ ശരിക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓടിക്കരുത് റോട്ടിൽ കൂടി, മനസ്സിലായില്ലേ? ഇപ്പോൾ 9-ാം തീയതി സമരം കഴിഞ്ഞു, ദേശീയ പണിമുടക്ക് കഴിഞ്ഞു. അപ്പോൾ 8-ാം തീയതി സമരം ഉണ്ടായിരുന്ന സമരത്തിന് മുന്നേ ഇവർ തീരുമാനിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ദേശീയ പണിമുടക്കിന് തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് 21-ാം തീയതി മുതലോ സമരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പോൾ എന്താ സമരം വേണ്ടേ? ഇങ്ങനെയാണ് നാട്ടുകാരെ നന്നാക്കുന്നത്, അല്ലെ ആൾക്കാരെ നന്നാക്കുന്നത്? തള്ളിയിട്ടു ഉരുട്ടിട്ടിട്ടൊക്കെ. ആ പെൺകുട്ടി റോട്ടിൻ്റെ വണ്ടിയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ചോട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്തോ ഭാഗ്യത്തിന് കഴിച്ചിലായതാണ്. ഇത് സമരം ഉണ്ടാക്കാൻ നിൽക്കുന്നു. ശരി, എന്നാൽ കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവുള്ളൂ. ശരി, എന്നാൽ നിർത്തുകയാണ്. ഓക്കെ.